എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനീഷ്. കായംകുളത്ത് ഇനി കരുതലിന്റെയും സ്നേഹത്തിന്റെയും പുതിയ ലോകം. RJ ബിൻസി സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് ചെന്നൈ എയർപോർട്ടിലുണ്ട്. 5:45 ഫ്ലൈറ്റ്. നേരെ കൊച്ചിക്ക് വരും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളോട് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ്. എനിക്കറിയാം ഒരുപാട് ആളുകളെ ഞാൻ അവിടെ ഒരുപാട് ദിവസം നിൽക്കും. അനുമോളോട് അസൂയപ്പെടണം. അനുമോള് ചെയ്ത ചില പ്രവൃത്തികള് നമുക്ക് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് അനുമോളോട് പേഴ്സണലി ആകെപ്പാട് ഒരു കാര്യത്തിന് മാത്രമുള്ള ദേഷ്യം. അനുമോള് കപ്പ് നേടാനായിട്ട് പല കളികളും കളിച്ചിട്ടുണ്ട്. അകത്ത് അനുമോളെങ്കിൽ പുറത്ത് പിആറുകൾ. അതുപോലെ തന്നെ അനുമോള് ഓരോരുത്തരുടെ ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ട്. ബിൻസിയുടെയും ഷൈറ്റിയുടെയും അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തിന്റെയും അതോടൊപ്പം തന്നെ അക്ബറിന്റെ അതോടൊപ്പം തന്നെ ജിസൈൽ ആര്യൻ എന്ന് തുടങ്ങി ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ അനുമോളുടെ സംബന്ധപ്പെട്ട ആൾക്കാർ, അതായത് അനുമോളുടെ പിആറുകൾ ആണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് RJ ബിൻസിയുടെ ഒരു വീഡിയോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. അത് മാത്രവുമല്ല, ഇതിന്റെ അകത്തെ സത്യാവസ്ഥ നിങ്ങൾ അറിയുകയും വേണം. ഈ പറയുന്ന ബിൻസി വന്ന് ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RJ ബിൻസി തന്നെയാണ്. RJ ബിൻസി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അനുമോളുടെ PR, രണ്ടാമത് മസ്താനി, പിന്നെ പറയുന്നത് ഈ പറയുന്ന ചാച്ചന്റെ ഓട്ടോ, അങ്ങനെ തുടങ്ങി കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന അപ്പാനി ശരത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഇത് വേറൊരു ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. അവരുടെ ചാനലിൽ ഈ വീഡിയോ ഇടുകയും ഈ വീഡിയോ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളെ വിളിപ്പിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. കാരണം കർമ്മ എന്നുണ്ട്, അനുമോള് പറഞ്ഞതൊക്കെ സത്യമാകുന്നു, ഈ പറയുന്ന അപ്പാനി ശരത്ത് ഈ പറയുന്ന ബിൻസിയുടെ ഇടുപ്പിൽ പിടിച്ചു എന്ന രീതിയിലൊക്കെയാണ് ആ വീഡിയോ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് ഈ പറയുന്ന ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും അതോടൊപ്പം തന്നെ അപ്പാനി എന്ന് പറയുന്നവരുടെയും കുടുംബജീവിതം തകർക്കുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത്. എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതും. അവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എത്ര സത്യസന്ധമായിട്ടുള്ള ഒരാളായിരുന്നു, അനുമോൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ എന്ന രീതിയിലാണ് ഇതിന്റെ താഴെ വന്ന് ഓരോരുത്തരും കമന്റ് ഇട്ടും എഴുതുന്നതും. എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവര് റീയൂണിയനിൽ പോയിട്ട് വെളിയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് RJ ബിൻസി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ അപ്പാനി ശരത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഓക്കെ, ഈ പറയുന്ന RJ ബിൻസി ഇറങ്ങി വന്നപ്പോൾ, അതായത് ആദ്യത്തെ എവിഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇട്ടിരുന്ന ഈ ഡ്രസ്സാണ് ഇപ്പൊ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ഡ്രസ്സ്. അതോടൊപ്പം തന്നെ അപ്പാനി ശരത്ത് റീയൂണിയൻ കഴിഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് ഫിനാലയുടെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു വെള്ള ഷർട്ട്. അപ്പോൾ ഈ പറയുന്ന അപ്പാനി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കറുപ്പാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പറയുന്ന അപ്പാനി ശരത്തും അതോടൊപ്പം തന്നെ RJ ബിൻസിയും രണ്ട് വ്യത്യസ്ത ഡ്രസ്സുകളാണ് ഈ റീയൂണിയൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സുകൾ. പിന്നെ ഇവർ എങ്ങനെയാണ് ഈ പറയുന്ന 3 ഡ്രസ്സുകളിൽ അവിടെ നിൽക്കുന്നത്? ഇവർ 3 പേരും ഇട്ടിരുന്ന 3 വ്യത്യസ്ത സമയങ്ങളിൽ 3 വ്യത്യസ്ത ഡ്രസ്സുകളാണ്. അത് പക്ഷെ ഒന്നിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല, ഇവിടെ ഈ പറയുന്ന അപ്പാനി ശരത്ത് ഇടുപ്പിൽ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതായത് മസ്താനി പറയുന്നു, അതായത് നിങ്ങൾ രണ്ടുപേരും കൈ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നു, നിങ്ങൾ തമ്മിൽ വേറെ എന്തോ ആണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കും എന്ന രീതിയിൽ മസ്താനി പറയുന്നു. അനുമോള് പറയുന്നു, നിങ്ങൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് വലിയ വിഷയമാണ്, അത് എന്താ പറയാ, അപ്പാനിക്ക് വേറൊരു ഫാമിലി ഉണ്ട് എന്ന രീതിയിലും കുട്ടികളുണ്ടെന്ന രീതിയിലും ഈ പറയുന്ന അനുമോള് പറയുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ബിൻസിയെ അങ്ങ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ബിൻസിയുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ, അപ്പാനി ശരത്തിന്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ അപ്പാനി ശരത്ത് ഈ പറയുന്ന ബിൻസിയുടെ ഇടുപ്പിൽ അല്ല പിടിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കിയേ, സൂം ചെയ്ത് നോക്കിയേ. ആ ഉണ്ടാക്കിയവൻ ഏതവനാണോ ഇത് ഉണ്ടാക്കിയവൻ, അവൻ ഉണ്ടാക്കിയപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിട്ട് പോലും ഇല്ല. അത് ആദ്യം കൈ എവിടെ ഇരിക്കും നോക്കി, അത് കഴിഞ്ഞതിന് ശേഷം പോട്ടെ, ഈ ഇടുപ്പിൽ ഒന്ന് തൊട്ടാൽ ഈ ബിൻസിക്ക് അറിയില്ലേ, ബിൻസി ഒന്ന് അനങ്ങത്തില്ലേ? ഇത് അതുപോലുമില്ല. എന്നിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല ഇവർ ഈ വീഡിയോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതവും അതോടൊപ്പം തന്നെ ഒരു ആൺചെറുക്കന്റെ ജീവിതവും നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത്? ഈ പറയുന്ന ബിൻസി പറഞ്ഞിരുന്ന ആ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ പറയുന്ന അനുമോളെ കുറിച്ച് ബിൻസി പറഞ്ഞ ഒരു കാര്യം,
അത് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പറയാം. അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളോട് അസൂയോ കുറെ പേര് കമന്റ് ഇടുന്നത് അനുമോളോട് അസൂയാണ്. എന്തിനാ അസൂയപ്പെടണം? ഷാരിച്ച് കഴിഞ്ഞ സാർക്ക് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് അനുമോളോട് അസൂയാണ്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഇതിന് അനുമോളോട് അസൂയപ്പെടണം. അനുമോൾ ചെയ്ത ചില പ്രവൃത്തികൾ നമുക്ക് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് അനുമോളോട് പേഴ്സണലി ആകെപ്പാട് ഒരു കാര്യത്തിന് മാത്രമുള്ള ദേഷ്യം, അതല്ലെങ്കിൽ അനുമോളോട് എനിക്ക് ഒരു വിരോധമില്ല. അനുമോള് ഹൗസിൽ ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാൻ ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു നീ കാണാൻ ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്ത് പോയത് അല്ലെങ്കിൽ അവിടെ നിന്നാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതായത് എന്നെ ആൾക്കാർ ഒന്ന് ടോർച്ചർ ചെയ്യുന്നു, അപ്പാന്റെ കാര്യം പറയുന്നു. അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, വേറെ ഒന്നും ഇല്ലാന്നുള്ളത്. കാരണം അനുവാണ് ഏറ്റവും ആദ്യം അടുത്ത് സംസാരിക്കുന്നത്. മീൻസ് ഈ അപ്പാനായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും അനു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവിടെ തീർന്നു. അപ്പാനി മീൻസ് ഭയങ്കര കൂട്ടാണ്, അവർ തമ്മിൽ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അനുവാണ്. അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബറിക്കാരെ ബെഡിലിരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുഞ്ഞപ്പോൾ ബിൻസിന്റെ ക്ലീവേജ് കണ്ടുമോളെ. അപ്പൊ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് ഏത് കാണുന്നുള്ള സാധനം ഞാൻ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാൾ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണം. അനുമോളോട് എനിക്ക് പേഴ്സണലി യാതൊരു വിഷയവുമില്ല. പക്ഷെ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ, അനുമോള് എന്നെ കുറിച്ച് പറഞ്ഞ പല വിഷയങ്ങളുമാണ് എനിക്ക് എതിരഭിപ്രായമുള്ളത് എന്നാണ് ബിൻസി പറയുന്നത്. ഈ ഒരു കാര്യം ഈ കൊച്ചു വന്ന് ഇന്റർവ്യൂകളിലൂടെ പറയുമ്പോൾ ഈ കൊച്ചിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ ഉണ്ടാക്കിക്കൊണ്ട് പടച്ചുവിടുന്ന ഈ പറയുന്ന അനുമോളുടെ PR ടീമുകളെ നിങ്ങൾ എങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം നശിപ്പിച്ച് എത്രത്തോളം കൊണ്ടുപോകും? ഈ പറയുന്ന ബിൻസിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അപ്പാനി ശരത്തും തമ്മിൽ മിണ്ടുകയോ അവർ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അത് അവിടെ വെച്ച് തീർന്നു. എന്നിട്ട് നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടും ഈ പറയുന്ന ബിൻസിയുടെ ഇടുപ്പിൽ അപ്പാനി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് ഇത് എന്ത് പറയാ, അവരെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഇടുമ്പോൾ ഇത് ദ്രോഹിക്കപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന അപ്പാനി ശരത്തിന്റെ വീട്ടില് അവർക്കൊരു ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. ആ പെണ്ണ് ഇപ്പൊ ഗർഭിണിയാണ്. അത് മാത്രമല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബിൻസി കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇവരുടെ ഒരു ജീവിതം ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിന് പോലും വില കൊടുക്കാതെ ഈ പറയുന്ന അനുമോളുടെ ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോകൾ പടച്ചു വിടുമ്പോൾ ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നത് ആരാണ്? ഈ പറയുന്ന പാവങ്ങളല്ലേ. ഇവർ ബിഗ് ബോസ് വീടിനുള്ളിൽ ലവ് ട്രാക്കോ അല്ലെങ്കിൽ അവരൊരു കോംബോയോ എന്ത് വേണേലും പിടിച്ചോട്ടെ, അവർ കൈ പിടിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്നു എന്നൊക്കെ മസ്താനി പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നെന്ന് വിചാരിച്ചോ? അതൊക്കെ അവർ അങ്ങനെ ഇരുന്നെങ്കിൽ പോലും ഈ പറയുന്ന അനുമോൾ ഇതിനപ്പുറം കാണിച്ചിട്ടില്ലേ? ഈ അനുമോൾ ഉമ്മ വെക്കരുതെന്ന് പറയുന്നു, പക്ഷെ അനുമോൾ പലരെയും ഉമ്മ വെച്ചിട്ടുമുണ്ടല്ലോ. അപ്പൊ അനുമോക്ക് എന്തുമാകാം, മറ്റുള്ളവർക്ക് ഒന്നും ആകാൻ പാടില്ല. അനുമോക്ക് ലവ് കോംബോ പിടിക്കാം, മറ്റുള്ളവർക്ക് ലവ് കോംബോ പിടിക്കാൻ പാടില്ലെന്നാണോ? ഇവിടെ അപ്പാനി ശരത്തും ബിൻസിയുമായിട്ട് ആ ബിഗ് ബോസ് വീടിനുള്ളിൽ അവരൊരു കോംബോ ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, അത് അവിടെ വെച്ച് തീർന്നു. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫാണ്, പേഴ്സണൽ കാര്യമാണ്. ഈ ഒരു വിഷയം ആ ബിഗ് ബോസ് വീടിനുള്ളിൽ ചർച്ച കൊണ്ടുവന്നത് തന്നെ ഈ പറയുന്ന അനുമോളാണ് ഈ ഒരു വിഷയം ബിൻസിയോട് ആദ്യം തന്നെ പറയുന്നത്. അത് കേട്ടിട്ടാണ് പിന്നെ ഈ പറയുന്ന ശൈത്യയും അതോടൊപ്പം തന്നെ ആദിലെ നൂറയും പോയി ഷാനവാസിനോട് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിഷയം വെളി വന്നത്. എന്നാൽ ഈ അനുമോളുടെ PR ടീമുകൾ ഇതിനെ വളച്ചൊടിച്ചിട്ട് ഈ പറയുന്ന അനുമോൾ അല്ല പറഞ്ഞത്, ശൈത്യ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ഏറിൽ കയറ്റി. എന്നാൽ ഇവിടുത്തെ എല്ലാത്തിന്റെയും വിഷയത്തിന്റെ മൂല കാരണം ഈ പറയുന്ന അനുമോളാണ്. ഇത് ഇവര് റീ എൻട്രി വന്ന സമയത്ത് ഇവരോ ഈ പറയുന്ന അനുമോളോട് ചോദിച്ച സമയത്ത് അനുമോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ വെളിയിൽ PR-കാർക്ക് എടുത്ത് കളിക്കാൻ ഒരു ഉപകരണമായിട്ട് ഇട്ട് കൊടുക്കുകയും വെളിയിലത്തെ PR-കാര് ഈ പറയുന്ന അനുമോളുടെ ഒരു എന്താ പറയാ നിസ്സഹായാവസ്ഥ എടുത്ത് വലിയ രീതിയിൽ അങ്ങോട്ട് പോർട്രേറ്റ് ചെയ്ത് വിജയവും ഇട്ടങ്ങോട്ട് കാണിക്കുകയും അങ്ങനെ കുറെ വോട്ട് കയറ്റുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന ബിൻസിക്കുണ്ടായ മാനസികാവസ്ഥ, ആ കൊച്ചിന്റെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, അപ്പാനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ ശൈത്യക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് അവരവിടെ വന്ന് ചോദിച്ചത്. ഈ ഒരു കാര്യത്തെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് അവർ വന്ന് ഫൈറ്റ് ചെയ്തു, അനുമോളെ ആക്രമിച്ചു എന്ന്, അനുമോൾ ഉണ്ടാക്കി വെച്ച ഓരോ വൃത്തികേടുമാണ് അവർ വന്ന് ചോദ്യം ചെയ്തത്. അല്ലാതെ അനുമോൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന വൃത്തികേടുകൾ പോലെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പറഞ്ഞതല്ല. ഇവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചോദ്യം ചെയ്തത്. അക്ബറിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ആര്യനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബിൻസിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ശൈത്യയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അങ്ങനെ തുടങ്ങി ഇവർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അനുമോളുടെ ആൾക്കാർക്ക് എന്തിനു കൊള്ളുന്നു, അല്ലെങ്കിൽ അനുമോൾക്ക് എന്തിനു കൊള്ളുന്നു? അപ്പൊ ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി കാശ് വാരി PR-കൾക്ക് കൊടുത്തിട്ട് ഒരു കപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ത് പ്രയോജനം? ഇന്നും ഈ പറയുന്ന എയറിൽ നിന്ന് താഴെ ഇറങ്ങാതിരിക്കുകയാണ് ഈ അനുമോൾ. അതുകൊണ്ട് തന്നെ അനുമോളിനെ എങ്ങനെയും ഒന്ന് വെളുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് വെളുപ്പിക്കാൻ വേണ്ടി. എത്രയൊക്കെ വെളുപ്പിച്ചെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നിങ്ങൾ വെളുക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ തികച്ചും കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത
ഒരു 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 വ്യക്തതയും ഇല്ലാത്ത ആരോ എവിടെ നിന്ന് ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത് പോലെ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോയെ നിങ്ങൾ ഈ പറയുന്ന അപ്പാനിയുടെയും ബിൻസിയുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് ഈ പറയുന്ന അപ്പാനി ശരത്തിന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയാണ്. അടുത്ത മാസം 2 മാസം കണ്ടാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഈ ബിൻസി കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയാണ്, ഒരു പെങ്കൊച്ചാണ്. അതിന്റെ വീട്ടിലെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം ഇത് കൊണ്ടുവന്ന് ഒരാളാണോ? ഇതങ്ങ് ഭയങ്കരവണ്ണം പ്രചരിപ്പിക്കുകയാണിത്. ഇത് ആദ്യം ഇട്ട ആൾക്കാർ ഇത് പ്രൈവറ്റ് ആക്കിയെന്ന് പറയുന്നു. ഇതുണ്ടാക്കിയവൻ അവന് പോലും ഇത് സ്ഥിരതയില്ലാത്തതുകൊണ്ടാണ് അവൻ പ്രൈവറ്റ് ആക്കിയത്. എന്നിട്ട് പോലും ഇതെടുത്തിട്ട് പലരും എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. വളരെ മോശമെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. എന്തായാലും ഇവര് പരസ്പരം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ബിൻസിയുടെ കാര്യങ്ങളാണ് ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ബിൻസിയാണ്. ബിൻസിയുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് മീഡിയക്കാർ ചോദിക്കുമ്പോൾ ബിൻസി പറയുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെ കൂടുതൽ ഇന്റർവ്യൂ കൊടുത്ത് വെറുതെ അത് ചെളിവാരിത്തേക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അതിന് വലുതായിട്ടൊന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ശൈത്യ പറഞ്ഞ കാര്യം PR-മായി ബന്ധപ്പെട്ട കാര്യമാണ്. കട്ടപ്പ എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ശൈത്യയെ അങ്ങ് തേച്ചൊട്ടിച്ചു. അഖിൽമാരാർ തുടങ്ങി പലരും ഈ പറയുന്ന ശൈത്യക്കെതിരെ വീഡിയോ ചെയ്ത് ഇപ്പൊ ശൈത്യയെ കാണാൻ പോലും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ശൈത്യ ഇപ്പൊ കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ്. ഓൺ ചെയ്ത ഉടൻ ശൈത്യക്കെതിരെ സൈബർ ബുള്ളിംഗ് ആണ് നടക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ശൈത്യ കടന്നു പോകുന്നത്. ബിന്നിക്കാണെങ്കിൽ അതിനപ്പുറം. അങ്ങനെ തുടങ്ങി എല്ലാവർക്കും എതിരെ ഈ പറയുന്ന ഈ അനുമോട PR ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനീഷിന് പറയേണ്ട കാര്യമില്ലല്ലോ, അനീഷിനെതിരെയും പറയുകയാണ്. അനീഷിനെതിരെ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. അനീഷ് ഒരു ഇംഗ്ലീഷ് കഫേയുടെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നു. അനീഷ് എവിടെയാണ് പറഞ്ഞത് ഇംഗ്ലീഷ് പറയരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മലയാളത്തെ കൂടുതലായിട്ട് പ്രൊമോഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പഠിച്ച കോഴ്സ് ബിടെക്കുകാരനാണ്. അത് മാത്രമല്ല അനീഷ് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാതാണോ അദ്ദേഹം എത്തിയത്? അപ്പൊ പറയുമ്പോൾ പൊട്ടത്തരമാക്കി മാറ്റിക്കൊണ്ട് അനീഷിനെ അങ്ങ് നെഗറ്റീവ് ആക്കി കൊണ്ടുപോകണം. അതാണ് ഇവരുടെ ലക്ഷ്യം. പിന്നെ മെറ്റർനിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അനീഷ് എന്താണ് പറഞ്ഞത്? പ്രസവ സമയത്ത് അവർക്ക് എന്തായാലും ലീവ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ആണുങ്ങൾക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നപ്പോഴത്തേന് അതിനെയും വേറൊരു രീതിയിലാക്കിക്കൊണ്ട് അനീഷിനെ നെഗറ്റീവ് ആക്കുന്നു. നിങ്ങളെ എങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഈ പറയുന്ന അനുമോളെ വിജയിപ്പിക്കാൻ അല്ലെ അനുമോളെ വെള്ള പൂശാൻ വേണ്ടി പലതും പറയുമ്പോൾ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി സൈഡിൽ കൂടെ വിജയിച്ചുകൊണ്ടേ പോകും. പ്രേക്ഷകരുടെ മനസ്സ് പിന്നെ കീഴടക്കിക്കൊണ്ട് പോകും. ഇതാ ഈ 30-ാം തീയതി കായംകുളത്ത് പുള്ളിക്കാരൻ ഒരു ഇനോഗ്രേഷന് പോകുന്നുണ്ട്. അത് ഫസ്റ്റ് ഇതാണ് പറയുന്നു. അതോടൊപ്പം തന്നെ പല ആടുകളും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് താഴേക്ക് വന്നിട്ട് ഈ പറയുന്ന അനുമോടെ PR ടീമുകൾ വന്ന് മെഴുകുന്നത് കാണാനായിട്ട് സാധിക്കും. എത്രയൊക്കെ മെഴുകിയാലും എങ്ങനെയൊക്കെ വീഡിയോകൾ നിങ്ങൾ ഉണ്ടാക്കി ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി ഇട്ടെന്ന് പറഞ്ഞാലും AI-യുടെ സഹായത്തോടു കൂടി നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സത്യം അത് മൂടി വെക്കാൻ പറ്റില്ല. അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും അനീഷ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരീഷ്. കായംകുളത്ത് ഇനി കരുതലിന്റെയും സ്നേഹത്തിന്റെയും പുതിയ ലോകം. സാംസ് ക്യൂർ ഹെൽത്ത് കെയർ ആൻഡ് ഹോം കെയർ കായംകുളത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാണാനായിട്ട് ഞാൻ കായംകുളത്തേക്ക് വരികയാണ്. ഇതിന്റെ ആദ്യത്തെ പബ്ലിക് പ്രോഗ്രാം ആണ്. അപ്പോ ഡേറ്റും ടൈമും മറക്കണ്ട. നവംബർ 10 രാവിലെ 10:30 MSM കോളേജ് ജംഗ്ഷന് അടുത്തുള്ള സാംസ് ക്യൂർ ഹെൽത്ത് കെയർ ആൻഡ് ഹോം കെയറിലാണ് നമ്മുടെ പരിപാടി. ഞാൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? നമുക്ക് അവിടെ വെച്ച് കാണാം. കേട്ടല്ലോ. എന്തായാലും ഇനിയും അനീഷ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അനുമോളുടെ സഹായത്തിന് വെച്ചിരിക്കുന്ന PR ടീമുകൾ കാശ് കൊടുത്ത് നിങ്ങൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ വാരിത്തേച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഈ സീസൺ കഴിഞ്ഞാലും അടുത്ത സീസൺ ഉണ്ടായാലും ഇനി എത്ര സീസൺ ഉണ്ടായാലും സീസൺ 7 എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത് അത് PR-ന്റെ ബലത്തിൽ തന്നെയാണെന്നേ ഇനി ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, പല മത്സരാർത്ഥികളെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ